ഉഷയുടെയും ശിവജിയുടെയും ഏർപ്പാട് എന്തായിരുന്നു എന്നറിഞ്ഞ ഹരിപ്പാട്ട ഈ ഉൾനാടൻ ഗ്രാമം അമ്പരന്നു നിന്നു. ഉഷ എന്ന വീട്ടമ്മ, അവരുടെ ഭർത്താവ് ശിവജി, അയാൾ പൂജാരിയാണ്. പിന്നെ ഫിഷറീസ് വകുപ്പുമായി ബോട്ടിന്റെ ചില ഇടപാടുകളുമുണ്ട്. ഇത്രയേ നാട്ടുകാർക്കറിയൂ. അത്യാവശ്യം കണ്ടാൽ മിണ്ടുന്നല്ലാതെ കൂടുതലായിട്ട് സഹകരണവുമില്ല. എന്നാ ജസ്റ്റ് നമ്മൾ പോവാണെങ്കിലും ചിരിക്കുമോ ഇവരോ എന്തൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഉള്ള അത്യാവശ്യം സൗഹൃദം ഉണ്ടായിരുന്നു, അമിതമായിട്ടില്ലായിരുന്നു താനും. പട്ടികളുള്ള വീട്, അതുകൊണ്ട് തന്നെ വെറുതെ അങ്ങ് കയറി ചെല്ലാൻ അയൽവക്കം മടിഞ്ഞു. എങ്കിലും ഒരു വരത്തൻ കുടുംബമെന്ന നിലയിൽ ഒന്നും നിരീക്ഷിക്കാതെ ഇരുന്നില്ല. ഈ വിഭു ഇവിടെ വന്ന് പോകുന്ന കാര്യം ഇവരിൽ ചിലർ ശ്രദ്ധിക്കുന്നത് അങ്ങനെയാണ്. ഇയാളെ കുറിച്ച് അറിയുന്നത് പിന്നീടാണെന്ന് മാത്രം. വിഭു, ശിവജി, ഉഷ എന്നിവർ ഈ ഇടതിങ്ങിയ വീടുകളുള്ള സ്ഥലത്തു തന്നെ താവളമുറപ്പിച്ചത് വെറുതെയല്ല. ഗ്രാമപ്രദേശത്ത് ഇത് സജീവമാവാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ ചുറ്റുപാടുമുള്ള ആൾക്കാർ ഇവരെ ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് ഇതുപോലുള്ള ഒരു ചെറിയ ഗ്രാമത്തിൽ വന്ന ചുറ്റുപാടുള്ള ആൾക്കാർ ഇവരെന്താണ്, കാരണം ഇവരുടെ ജോലി പോലും അറിഞ്ഞുകൂടായിരുന്നു. ഈ സാധനം പിടിക്കുമ്പോഴാണ് തൊട്ടടുത്തുള്ള വീട്ടുകാർ ഇവര് ഇതായിരുന്നു കൈകാര്യം ചെയ്തിരുന്നു എന്നുള്ളത്. മാത്രമല്ല ഈവൻ ഒരു സാധാരണക്കാരൻ ഈ ആംബ്യൂള് കാണുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ് എന്നുള്ളത് ഒരു TTD ഇഞ്ചക്ഷനോ മറ്റൊന്നോ മനസ്സിലാക്കത്തുള്ളൂ. അതുകൊണ്ട് ഈ കുറ്റകൃത്യത്തിന്റെ ഗൗരവം ഒരിക്കലും അവർ മനസ്സിലാക്കിയിരുന്നില്ല. ഇവർ ചെയ്യുന്ന എന്താണ് അവരുടെ ബിസിനസിനെ കുറിച്ചും അവർ മനസ്സിലാക്കിയിരുന്നില്ല. ഈ ഒരു ഗ്രാമപ്രദേശം അതുകൊണ്ട് ഈ ഒരു കുറ്റകൃത്യത്തിന് വളരെ ഉതകുന്ന രീതിയിൽ അവർ വിനിയോഗിക്കുകയായിരുന്നു. ഇവിടെ വന്നതിൽ പിന്നെ ഉഷയും ശിവജിയും സാമ്പത്തികമായി പെട്ടെന്നുയർന്നു. ഈ സ്ഥലത്ത് വന്നിട്ട് 6 മാസമായുള്ളൂ. ഈ 6 മാസത്തിന് ഇടയ്ക്ക് വെച്ച് തന്നെ ഇവര് ഒരു 14 ലക്ഷം രൂപ ആ വീട് വാങ്ങിക്കുന്നതിന് വേണ്ടി അതിന്റെ വീട്ടുടമയ്ക്ക് താമസിച്ചിരുന്ന വീട് കൈമാറിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കൂടാതെ ഇവര് ഒരു നമ്മൾ കേസെടുക്കുന്നതിന്റെ തലേന്ന് ഒരു 1,06,400 രൂപ അവരുടെ മകൾക്ക് കൊടുത്തിരുന്നു. ഈ 1,06,400 രൂപ നമ്മൾ റിക്കവറി ചെയ്തിട്ടുണ്ട്. ഇനി 14 ലക്ഷം രൂപ റിക്കവർ ചെയ്ത് നമ്മളെ ചെന്നൈയിലുള്ള അപ്പലേറ്റ് അതോറിറ്റി മുമ്പ് ഹാജരാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ബിസിനസിന്റെ ലാഭം ഒരു ദിവസം ഏകദേശം 2 ലക്ഷം രൂപയോളം അടുത്ത ബിസിനസ് ലാഭം ഉണ്ടായിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവർക്ക് ഈ വരുമാനമുണ്ടാക്കി കൊടുത്തവരിൽ ചിലരാണ് ഈ ഇരിക്കുന്നവർ. അഭ്യസ്ത വിദ്യരായ നമ്മുടെ യുവതലമുറ. ഇവരിൽ പലരും ഇവിടെ നേരിട്ടും അല്ലാതെയും വന്ന് മയക്കമരുന്ന് വാങ്ങി മാരകലഹരി നേടി. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു BCom വിദ്യാർത്ഥിയാണ് ഇദ്ദേഹം. പോലീസ് ഫയൽ ഏറെ ശ്രമപ്പെട്ട് കണ്ടെത്തിയ ഒരു ഇര. 3 വർഷമായി ഇതിൽ അടിമായിട്ട്. ഇപ്പോൾ ഹരിപ്പാട് കോളേജ് പഠിക്കാണ്. എൻ്റെ വീട്ടിലെ സാമ്പത്തികമായ ഇത് കാരണം ഞാൻ ഇവിടെ പഠിക്കുന്നിടത്തുനിന്ന് എൻ്റെ സ്നേഹിതന് എന്നോട് പറഞ്ഞ് ഇങ്ങനെ മരുന്നുണ്ട്, ഇത് വെച്ച് ഈ വീട്ടിലത്തെ ഒരു ഇതും അറിയില്ല, പിന്നെ മാനസികമായ പ്രശ്നങ്ങൾക്കൊക്കെ നമുക്ക് ഈ മരുന്ന് ഉപയോഗിച്ചാൽ ഇതിനായുള്ളൊരു നമ്മൾ ഈ ലോകത്തല്ല എന്നൊക്കെ പറഞ്ഞ് അവനെന്നെ കൂട്ടിയിട്ട് ഒരു ഉഷാറിനൊരു സ്ത്രീയുടെ വീട്ടിൽ കൊണ്ടുപോയി. അവിടെ വെച്ചിട്ട് ഒരു ചെറിയ ബോട്ടിൽ നിന്ന് സിറിഞ്ചിയിൽ സൂചി എടുത്ത് അവനെന്നെ എൻ്റെ കയ്യിൽ കൂട്ടുകാരൻ തന്നെ എൻ്റെ കയ്യിൽ കുത്തിക്കയറ്റി. അങ്ങനെ കുത്തി ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴൊക്കെ ഇത്തിരി ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ അവിടെ ഗസ്റ്റ് ഹൗസിലാണ് താമസിക്കുന്നത്. അവിടെ വന്നപ്പോൾ ഛർദിയൊക്കെ ഉണ്ടായിരുന്നു, ഛർദിയൊക്കെ വന്നിരുന്നു. പിന്നെ ആദ്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഛർദി വന്നിരുന്നു. പിന്നെ അന്ന് നല്ല വയറുവേദന ഉണ്ടായിരുന്നു. പിന്നെ 3 ദിവസം ഈ ലോകത്തൊക്കെ ഒന്നും അറിയില്ല, പഠിക്കണം എന്നില്ല, നമ്മളെ വീട്ടിലത്തെ ഒരു കാര്യം നമ്മളറിയില്ല, ഒരു ടെൻഷനോ കാര്യങ്ങളൊന്നുമില്ല ഈ മരുന്ന് കുത്തിവെച്ചതിന് ശേഷം. ഇതാ മയക്കുമരുന്നിന്റെ മറ്റൊരു ഉപഭോക്താവ്. മരുന്ന് കുറച്ചു കാലമേ ഉപയോഗിച്ചുള്ളൂ എങ്കിലും കണ്ണുകളിൽ കാണാം ലഹരിയുടെ മയക്കം. കുറച്ച് ദിവസമായി. എവിടുന്ന് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്? ആദ്യമായിട്ട് കൂട്ടുകാരന്റെ കൈവശം. കൂട്ടുകാരന്റെ കൈവശം. ഈ പറയുന്ന ഉഷ എന്ന് പറയുന്ന സ്ത്രീയെ പറ്റി എങ്ങനെ അറിയുന്നത്? കൂട്ടുകാരൻ അറിയാവോ? ഏത് കൂട്ടുകാരൻ? ഫ്രണ്ടാ. എവിടെയുള്ള? വീട്ടിനടുത്തുള്ള. എന്നിട്ട് ആദ്യത്തെ സംഭവം എങ്ങനെ ഓർക്കുന്നുണ്ടോ? എങ്ങനെയായിരുന്നു ആദ്യ സംഭവം? ഞാൻ കൊണ്ടുവന്നു, ഇഞ്ചക്ഷൻ ചെയ്തു,
എവിടെ കൊണ്ടുവന്നു? ഇവിടെ കൊണ്ടുവന്നു. എൻ്റെ കൊണ്ടുവന്ന് ഇഞ്ചക്ഷൻ ചെയ്തു. ചെറിയ മയക്കമുണ്ടായിരുന്നു. പിന്നെ അത് ക്രമേണ കുറച്ച് ദിവസം ഉപയോഗിക്കുമായിരുന്നു. അവനും പറഞ്ഞു എങ്ങോട്ടാ പോകുന്നതെല്ലാം പറഞ്ഞായിരുന്നോ? ഇല്ലൊന്നും പറഞ്ഞിട്ടില്ല. ഈ സ്ഥലത്തെ പറ്റി നേരത്തെ അറിയായിരുന്നോ? ഇല്ല. പിന്നെ അവനോട് എന്ത് ചോദിച്ചത്? എങ്ങോട്ടാ പോകുന്ന ചോദിച്ചു? പിന്നെയാണ് അവൻ പറഞ്ഞത്. ഇവിടെ കൊണ്ടുവന്നപ്പോൾ അറിയുന്നു. ഇവിടെ കൊണ്ടുവന്നപ്പോൾ ആരെയാ കാണുന്നത്? ആ ഒരു ലേഡിയെ പരിചയപ്പെട്ടോ? പരിചയപ്പെട്ടു. എവിടുന്ന വരുന്നൊക്കെ ചോദിച്ചോ? അവിടെ ചോദിച്ചു. ഇത് ആര് വഴിയാണ്? ഈ കൂട്ടുകാരനാണ് ഇവരെ പറ്റി പറയുന്നത്? അതെ, കൂട്ടുകാരനാണ്. എന്തോ പറഞ്ഞ ആദ്യം? കൂട്ടുകാരൻ പറഞ്ഞ ഇതുപോലെ ഇങ്ങനെ ഒരു സാധനം കിട്ടും, നല്ല സുഖമാണ് ഉറങ്ങാനും വെക്കാന്ന് പറഞ്ഞിട്ട് ഉള്ള പ്രവർത്തനം ആദ്യം തുടങ്ങണം. ഇതിനു മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ല, ഉപയോഗിച്ചിട്ടില്ല. ആദ്യമായിട്ട് ഉപയോഗിക്കുന്നു. മറ്റു ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാറില്ല? ഇല്ല, ഉപയോഗിക്കാറില്ല. ആദ്യമായിട്ട് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത്. ഉപയോഗിച്ചപ്പോൾ ഉള്ള അവസ്ഥ എങ്ങനെയായിരുന്നു? നല്ലൊരു ശരീരത്തിന്റെ ഒരു എനർജി, പിന്നെ ഒരു മയക്കം. ഇത് എത്ര മണിക്കൂർ നീണ്ടു നിൽക്കുമായിരുന്നു? എന്നാലും ഓർമ്മയിലുള്ള സമയത്ത് 2-3 മണിക്കൂർ നിൽക്കും. ആസ്ഥാന വിദ്യാർത്ഥി യൂണിയനുകളുടെ പ്രബലമായ നിയന്ത്രണത്തിലായിട്ടും ഈ മേഖലയിലെ വിദ്യാർത്ഥികൾ വിഭു വക്കീലിന്റെ സിറിഞ്ചിൽ തറഞ്ഞല്ലോ എന്ന് സ്ഥലത്ത് ഒരു പ്രധാന വിദ്യാർത്ഥി നേതാവിനോട് തിരക്കി. വിദ്യാർത്ഥികൾക്കിടയിൽ അങ്ങനെയൊരു പ്രോബ്ലമേ ഇല്ലെന്ന മട്ടിലാണ് ഇദ്ദേഹം. മൂക്കിനു താഴെ ചീഞ്ഞു തുടങ്ങിയിട്ടും മൂക്കറിയുന്നില്ലെങ്കിൽ മൂക്കിനെന്തോ കുഴപ്പമുണ്ട് നേതാവേ. ഇങ്ങനെയുള്ള മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികൾ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് എന്ന് പറയുന്നത് അംഗീകരിക്കുമോ? അംഗീകരിക്കാൻ സാധ്യമല്ല. കാരണം അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അത് പഠനത്തിലൂടെയും അത്തരത്തിലുള്ള കാര്യങ്ങൾ തെളിയിക്കേണ്ട കാര്യമാണ്. അങ്ങനെ ഉണ്ട് എങ്കിൽ അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോധവൽക്കരണത്തിലൂടെയും അത് ഒഴിവാക്കേണ്ടതാണ്. പ്രശ്നം പഠിച്ചു പാസ്സായി സർട്ടിഫിക്കറ്റും മേടിച്ചു വരുമ്പോഴേക്കും നേതാവിന്റെ കുഞ്ഞാടുകളൊക്കെ സിറിഞ്ചു തുളവീണ വിളറിമഞ്ഞച്ച ശരീരങ്ങളായി കൊക്കി കുരച്ച് നടക്കുന്നുണ്ടാവും. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മേഖലയിലേക്ക് വരുന്ന കുട്ടികൾ ഒരു 14 വയസ്സിനും 40 വയസ്സിനും ഇടയ്ക്കുള്ള ആൾക്കാരാണ്. അഡിക്ഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് മോചിത ആവണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പോലും മോചനം ഒരു സാധാരണ രീതിയിൽ വിടുന്നില്ല. അത് ഒരു തവണ കിട്ടാതായി കഴിഞ്ഞാൽ തന്നെ അവരുടെ ശരീരം വൈബ്രേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ അവർക്ക് ഭ്രാന്ത് പോലുള്ള ചിന്തകൾ ഉണ്ടാവുക, സൂയിസൈഡ് അറ്റംപ്റ്റ് നടക്കുക, അവർക്ക് പനി, വിറയൽ എന്നീ രോഗാവസ്ഥയിലേക്ക് ചെന്നപ്പെടുകയും ചെയ്യുന്നു. കേരളത്തിലെ വിശേഷ കോളേജ് സ്റ്റുഡൻസും കോളേജ് ബേസ് ചെയ്തുള്ള പല കോളേജുകളിലും ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം നടന്നു വരുന്നുണ്ടെന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. എന്നാലും നേതാവ് കോളേജ് പിള്ളേരെ ഒഴിവാക്കിയേ സംസാരിക്കൂ. നിലനിന്ന് പോകണമല്ലോ. അങ്ങനെ ഉണ്ട് എങ്കിൽ അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോധവൽക്കരണത്തിലൂടെയും അത് ഒഴിവാക്കേണ്ടതാണ്. ചുമ്മാ ചപ്പടാച്ചി പറയുന്ന നേരം വേണ്ട. അവരവരുടെ രാഷ്ട്രീയ പ്രവർത്തന പരിധിയിൽ വരുന്ന കലാലയത്തിലെങ്കിലും ഒരു മയക്കുമരുന്ന് വിരുദ്ധ സ്ക്വാഡ് ഉണ്ടാക്കാൻ, മയക്കുമരുന്നിന് അടിപ്പെടുന്ന കുട്ടികളെ കണ്ടെത്താനും അഡ്വക്കേറ്റ് വിഭുവിനെ പോലുള്ളവരുടെ ഏജന്റുമാർ കുട്ടികളെ സ്വാധീനിക്കുന്നത് തടയാനും അത് മതിയാവും. പകരം ഇങ്ങനെയൊരു ദുശീലമേ ഞങ്ങളുടെ വർഗത്തിനില്ല എന്ന് കണ്ണടച്ച് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാവും? ക്യാമ്പസുകളിൽ മയക്കുമരുന്ന് ലോബി ഇല്ല എന്നുള്ളതല്ല പറയുന്നത്. ക്യാമ്പസുകളിൽ മയക്കുമരുന്ന് ലോബി ഉണ്ട് എങ്കിൽ അതിനെ കണ്ടെത്തി, അങ്ങനെ ഉണ്ട് എങ്കിൽ ഉണ്ടാകണം എന്നല്ല, ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഉണ്ട് എങ്കിൽ അതിനെ കണ്ടെത്തി അല്ലെങ്കിൽ അതിനെ തിരിച്ചറിഞ്ഞ് അവരെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തി വിദ്യാർത്ഥി സമൂഹത്തെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ യുവജനങ്ങളെ, അത്തരത്തിലുള്ള ആളുകളെ ഇതിൽ നിന്ന്, ഈ പുതിയ തലമുറയെ ഇങ്ങനെയുള്ള നാശത്തിലേക്ക് വിടാതെ സമൂഹത്തിൽ അത്തരത്തിലുള്ള ആളുകളെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തിക്കൊണ്ട് ഇവരെ സമൂഹത്തിൽ രക്ഷപ്പെടുത്താൻ നമുക്ക് കഴിയണം. ആ ജോലിയും നമുക്ക്. വിദ്യാർത്ഥികളുടെ പേരും പറഞ്ഞ് പോക്കറ്റിൽ പേനയും കുത്തി വായിലൊതുങ്ങാത്ത കാര്യങ്ങളും പ്രസംഗിച്ച് ഇവരിങ്ങനെ നടന്ന് മൂത്ത് അസംബ്ലിയിലോ ലോകസഭയിലോ എത്തണം. അതിന് വിഭു വക്കീലിനെ പോലുള്ള മയക്കുമരുന്ന് റാക്കറ്റിന് എതിര് നിന്നുകൂടാ. എന്തെന്നാൽ അതൊരു ശക്തമായ റാക്കറ്റാണ്. ഉഷയും ശിവജിയും വിഭു വക്കീലുമൊക്കെ ഉൾപ്പെടുന്ന ആ കൗരവപ്പട, അവരുടെ പ്രവർത്തന മണ്ഡലത്തിന്റെ വിസ്തൃതി അതെത്രയെന്നറിഞ്ഞാൽ ഞെട്ടും.